2024 ഡിസംബർ 13 മുതൽ 20 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ പറയും അത് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന മലയാള സിനിമയാണ്. ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഫെമിനിച്ചി ഫാത്തിമയാണ് മേളയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം കരസ്ഥമാക്കിയത്. കൂടാതെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം, മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം, അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള ജൂറി പുരസ്കാരം, KR മോഹനൻ പുരസ്കാരം എന്നിവയും ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ് ലഭിച്ചത്. ഫെമിനിച്ചി ഫാത്തിമയിലെ പ്രധാന കഥാപാത്രമായ ഫാത്തിമ എന്ന വീട്ടമ്മയെ വളരെ സ്വാഭാവികതയോടെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടിയ ശ്രീമതി ഷംല ഹംസയെ നമുക്ക് പരിചയപ്പെടാം. ഹലോ, നമസ്കാരം. ജാസ്മിൻ കാവ്യജാലകത്തിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഫാസിൽ മുഹമ്മദിൻ്റെ ഫെമിനിച്ചിയാണ് ഷംല ഹംസ. വീട് തൃത്താല പട്ടാമ്പിക്കട. അപ്പോൾ ഞാൻ സിനിമ കണ്ടു. വളരെ ഗംഭീരമായിട്ടുള്ള സിനിമ, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഫെമിനിസത്തിനെ കുറിച്ച് ഇത്രയും ലളിതമായിട്ട് എങ്ങനെ പറഞ്ഞു വയ്ക്കാൻ പറ്റും എന്നുള്ളത് ഫെമിനിച്ച് കണ്ടാൽ മതി അല്ലേ? അപ്പോൾ അതിൽ ഷംലയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ 1001 നുണകളാണ്. 1001 നുണകളുടെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു ഫാസിൽ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അതിലൊരു ഭാര്യയാണ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള കഥാപാത്രം. അത് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലൈക്ക് എ ലീഡ് ആണ് അതിലും ചെയ്തിട്ടുള്ളത്. മെയിൻ റോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, വൺ ഓഫ് ദി മെയിൻ റോൾസ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം? ആക്ച്വലി സിനിമയിലേക്ക് വരാൻ ഞാൻ പ്ലാൻ ചെയ്തതല്ല, പക്ഷേ എനിക്ക് അഭിനയം ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഉപ്പാൻ്റെ പേര് ഹംസ തൃത്താല എന്നാണ് അറിയപ്പെടുക. പണ്ടത്തെ നാടക നടനായിരുന്നു. നന്നായിട്ട് പാട്ടൊക്കെ പാടും. കലാലയം സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ട്രൂപ്പൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കഴിവ് ഉപ്പാൻ്റെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ ഓഡിഷൻ ദുബായിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ 1001 നുണകൾ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് കിട്ടിയൊരു ചാൻസാണ് എനിക്ക് ഫെമിനിച്ചി ഫാത്തിമ. ഞാൻ ലിറിക്സ് എഴുതാറുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഷംല ഹംസ പ്രൊഡക്ഷൻസ്. അതിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ എഴുതുന്ന ലിറിക്സ് ഞാൻ തന്നെ മ്യൂസീഷ്യൻസിനെ എല്ലാവരെയും തപ്പിപ്പിടിച്ച് പോയി സംസാരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ പോസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് സ്റ്റുഡിയോ വിഷ്വൽസ് മാത്രം. അപ്പം അങ്ങനെ സിത്താര ചേച്ചി 2 പാട്ട് പാടി, ഒരു ഷോർട്ട് മൂവി പ്രൊഡ്യൂസ് ചെയ്തു, ഇപ്പോൾ ഒരു സോങ് റിലീസ് ചെയ്തു. ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, അഭിനയത്തെക്കാളും മുന്നേ ഞാൻ ട്രൈ ചെയ്തത് എനിക്ക് മീഡിയ ഫീൽഡ് ഇഷ്ടമായതുകൊണ്ട് അതിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറിക്സ് എഴുതാനാണ് തുടങ്ങിയത്. അതെ. ഞാൻ എൻജിനീയറിങ്, BTech IT. പിന്നെ ദുബായിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ദുബായിലൊരു 10 വർഷം ജോലി ചെയ്തു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ 2 സിനിമയും ചെയ്തത്. ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ ജോബ് റിസൈൻ ചെയ്തു. ഒരു മോൾ. ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യും. അതെ, ഫിലിം ഷൂട്ടിങ്ങിന് വന്നു പോയി, പിന്നെ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി വന്നു. ഇല്ല, ഒന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. കാരണം ഇതിപ്പോൾ IFFK മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ 3rd ഡേ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലതാണ്, ഒരു അവാർഡൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കിട്ടിയാൽ ഭാഗ്യം. കിട്ടട്ടെ. ഒരുപാട് മേളയിൽ പോകാനും ചാൻസ് ഉള്ളൊരു സിനിമയാണ്. പിന്നെ സിനിമ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം, ഞാൻ ഷംല ഇന്നലെയാണല്ലോ കണ്ടത്. അപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് വലിയൊരു ഫിഗറായിട്ടാണ് തോന്നിയത്. നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു കുട്ടി. ആക്ച്വലി ഞാൻ 6th മന്ത്, എൻ്റെ മോൾക്ക് 6 മാസം ആയപ്പോഴാണ് ഞാൻ ഈ സിനിമ ചെയ്യണേ. അപ്പോൾ നല്ല തടി ഉണ്ടായിരുന്നു, നല്ല തടിയും കുറച്ച് പ്രഗ്നൻസി, പോസ്റ്റ്മോർട്ടം, ഡാർക്ക് സ്കിന്നും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആ ബെഡ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ആ ബെഡ് ഐ തിങ്ക് ഒരു 30 kg ഒക്കെ ഉണ്ടാവും. ബെഡ് മാത്രമല്ല, ആ
പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ കഴുകി അപ്പം ഇങ്ങനെ ജോലി ചെയ്തിട്ട് അവിടെ തന്നെ കുറേ 10 കിലോ കുറഞ്ഞു തോന്നുന്നുണ്ട്. നല്ല പണിയായിരുന്നു അല്ലേ? നല്ല ഭാരമുള്ള പണി തന്നെയായിരുന്നു. അല്ലാതെ ഈ തലയിൽ ഭാരം വെക്കുമ്പോ വെറുതെ പഞ്ഞി വെക്കണ പോലെ അത് നല്ല വെയിറ്റുള്ള ശരിക്കുള്ള ശരിക്കും നമ്മൾ വീട്ടമ്മമാർ ചെയ്യേണ്ട ജോലികൾ സമയമെടുത്തിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാ ചെയ്യുക അതുപോലെ തന്നെ ചെയ്തു. അല്ലാതെ ഷോർട്ടിന് വേണ്ടിയിട്ട് വെള്ളം മുക്കി പിഴിയുക അങ്ങനെയൊന്നുമല്ല. അതിലൊരു കുടല് നന്നാക്കുന്ന സീനുണ്ട്. അത് ഒരു 2 മണിക്കൂർ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് വെച്ച് ഷൂട്ട് ചെയ്ത് റീഷൂട്ട് ചെയ്ത് ഷീറ്റ് അങ്ങനെ ഓരോരുത്തർ. പക്ഷേ സന്തോഷമാണ് നമ്മൾ ചെയ്തതിൻ്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവായല്ല. പിന്നെ അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയും ഇപ്പോൾ ആ ഒരു തമിഴ് ലേഡിയായിട്ട് ചെയ്തതൊഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. ഷംലിപ്പോൾ ഒരു പടത്തിൽ ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാവരും പുതിയ. എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച കുമാർ സുനിൽ ആളൊരു 20 മൂവിയോളം ചെയ്തിട്ടുണ്ടല്ലേ? ആള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ നാച്ചുറലായിരുന്നു എന്നുള്ള ചെറിയ റോളുകളാണ്, പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന റോള്. ഇതാണ് ആളുടെ ഒരു ത്രൂ ഔട്ട് റോൾ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫെമിനിസം എന്ന് പറയണത് എന്താണ്, പുരുഷന്മാരെ എല്ലാത്തിനും ചവിട്ടി താഴ്ത്തല്ല, മറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. അത് ആരുടെയും കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ടൊന്നുമില്ല നമ്മൾ വാങ്ങിയെടുക്കാൻ, അല്ലേ? നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അത് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പൊ അത് തിരിച്ചറിയുന്നുണ്ട് ആ കഥാപാത്രം, തിരിച്ചറിയുന്നുണ്ട് ഒരു പോയിന്റ്. അവിടെയാണ് ആ സിനിമേന്റെ ഒരു ലെവല് വേറെ ആവുന്നത്. ലെവല് വേറെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് അതിൽ വലിയ എന്താ പറയാ വമ്പൻ പ്രസംഗങ്ങളൊന്നും നടത്തിയിട്ടോ അങ്ങനെയുള്ള ഡയലോഗുകളോ ഉണ്ടാക്കണില്ല. ഒരു നോട്ടത്തിലൂടെ നിങ്ങൾക്ക് അതൊന്നും എടുത്താൽ എന്താ എന്ന ചോദ്യത്തിലൂടെ ഇട്ടാൽ എന്താ, അതുപോലെ ആ ഒരു പിന്നെ ടവൽ അങ്ങ് എടുത്ത് എറിഞ്ഞു കൊടുക്കണം. അതിലൂടെ ഒക്കെയാണ് ഫെമിനിസം അങ്ങനെ വരുന്നത്, അല്ലേ? വളരെ നന്നായിട്ടുണ്ട്, നല്ലൊരു മൂവി. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് സന്തോഷം ഷംലയോട് പറയാനുള്ള, ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പാഷനേറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള വർക്കുകളിലൊക്കെ വരുമ്പോൾ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചും ലിറിക്സ് ഒക്കെ ഞാൻ നോക്കട്ടെ, എനിക്ക് അയച്ചു തരണം കേട്ടോ. ഷുവർ. ഷംല ഹംസ പ്രൊഡക്ഷൻസ് ഫ്രീ ആകുമ്പോൾ ഒന്ന് നോക്കൂ. ഞാൻ സമയം ഉണ്ടെങ്കിൽ സന്തോഷം. പരിചയപ്പെട്ടതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച്.